ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടുംബിച്ചിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നിങ്ങളിന്ന് തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഒരു ട്രസ്റ്റ് വാലറ്റിനെ പറ്റിയുള്ള ഫുൾ വീഡിയോ ആണ് പറയുന്നത്. A to Z കാര്യങ്ങൾ ട്രസ്റ്റ് വാലറ്റിനെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ലോങ് ടേമിൽ ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്നുള്ളത് വാലറ്റുകളാണ്. അപ്പോൾ വാലറ്റുകളിലെ നമ്പർ 1 വാലറ്റായ ട്രസ്റ്റ് വാലറ്റിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം, എങ്ങനെ ഉണ്ടാക്കാം, ഒരു രൂപ പോലും നമ്മൾ കൊടുക്കാതെ തന്നെ നമുക്ക് ആ വാലറ്റ് കിട്ടും. നമ്മൾ ഇമെയിൽ വേണ്ട, നമ്മൾ മൊബൈൽ നമ്പർ വേണ്ട, എന്തും വേണ്ട. ഞാൻ ഫുൾ പ്രോസസ്സ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലെങ്ങനെ നമുക്കൊരു കോയിനോ വാങ്ങിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് അടിച്ച് പോകാവുന്നതാണ്. ഇതറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എയർ ഡ്രോപ്പൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അറിയാം, ട്രസ്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത്യാവശ്യം ആവശ്യമുള്ളൊരു വാലറ്റാണ്. അതേപോലെ തന്നെ എക്സ്ചേഞ്ചുകളിൽ നിന്നും ട്രസ്റ്റ് വാലറ്റിനുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, എക്സ്ചേഞ്ചുകളിൽ എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതൊരു അതോറിറ്റിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് അവരുടെ അഡ്രസ്സിലായിരിക്കും നമ്മൾ എമൗണ്ടൊക്കെ ഫിക്സ് ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ ഈ വാലറ്റുകൾ എന്ന് പറയുമ്പോൾ, ഈ വാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരാൾക്കും ആക്സസ് ഉണ്ടാവത്തില്ല. എക്സ്ചേഞ്ചുകൾ എന്ന് പറയുമ്പോൾ നമുക്കും അതേപോലെ തന്നെ ആ കമ്പനിക്കും ആക്സസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതൊരു കമ്പനി അഡ്രസ്സിലായിരിക്കും വർക്ക് ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ആകുമ്പോൾ നമ്മളെ അഡ്രസ്സിൽ, നമ്മളെ അതോറിറ്റിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യാം, അതേപോലെ തന്നെ സെൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലേക്ക് ഓൾ ഓപ്ഷൻ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് നമ്മളിടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പല വീഡിയോസും ഇട്ടിട്ടുണ്ട്, ക്രിപ്റ്റോ ബന്ധപ്പെട്ട പല വീഡിയോസും, പല വെബ്സൈറ്റും, അതേപോലെ തന്നെ എങ്ങനെ ബിനാൻസിൽ നിന്ന് നമുക്കെങ്ങനെ വിഡ്രോ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അതേപോലെ തന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ടെലിഗ്രാമിൽ ഒരു ചാനലും ഉണ്ട്. നിങ്ങൾ വേണ്ടവരാണെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. അപ്പോൾ അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇനി നേരെ വീഡിയോയിൽ പോകാം, ഒട്ടും ലാഗാക്കുന്നില്ല. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ട്രസ്റ്റ് വാലറ്റിൻ്റെ ലിങ്ക് കൊടുക്കുക. നിങ്ങൾ വേണ്ടവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ട്രസ്റ്റ് വാലറ്റ് ആപ്ലിക്കേഷൻ്റെ ഇത് പ്ലേ സ്റ്റോറിലുണ്ടോ അതിലോട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് പ്ലേ സ്റ്റോറിൽ ട്രസ്റ്റ് വാലറ്റ് എന്ന് സെർച്ച് ചെയ്താലും ഈ സംഭവം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ മെറ്റാമാസ്ക് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ട്രസ്റ്റ് വാലറ്റ് എന്ന് മെറ്റാമാസ്ക് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മെറ്റാമാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ട്രസ്റ്റ് വാലറ്റിൻ്റെ അതേപോലെ തന്നെ ഒരു വാലറ്റാണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് മാത്രമേ ആക്സസ് ഉണ്ടാവത്തുള്ളൂ. നമ്മളെ അഡ്രസ്സ്, നമ്മളെ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിൽ ഒന്നും കൂടി നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ, വാല്യൂം, ഒരു കോയിൻ്റെ വാല്യൂം, അതേപോലെ തന്നെ ഒരു കോയിൻ്റെ ലോക്കോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ട്രസ്റ്റ് വാലറ്റാണ്. എന്ത് പറഞ്ഞാലും മെറ്റാമാസ്കിലേറെ എന്താ പറയുക, പ്രൊഫഷണലായിട്ട് നമുക്ക് ക്രിപ്റ്റോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സംഭവം ട്രസ്റ്റ് വാലറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും ട്രസ്റ്റ് വാലറ്റിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നേരെ മറിച്ച് മെറ്റാമാസ്ക് ആകുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് സംഭവം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ 1 മില്യൺ റിവ്യൂസൊക്കെ കാണുന്നുണ്ട്, 10 മില്യൺ ഡൗൺലോഡ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ ഒരു ക്രിപ്റ്റോ ഇൻവെസ്റ്റർ ആയാലും അല്ലെങ്കിൽ ക്രിപ്റ്റോ പരമായിട്ടുള്ള എന്തിലെങ്കിലും ഏർപ്പെട്ട ആളുകളാണെങ്കിൽ ഓൾ ഓവർ ട്രസ്റ്റ് വാലറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്, നമുക്ക് അറിയുന്നതുമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ അതോറിറ്റിയിൽ, നമ്മളെ കാര്യങ്ങളിൽ മാത്രം കീപ്പ് ചെയ്യുന്ന സംഭവമാണ് ട്രസ്റ്റ് വാലറ്റ്. അതേപോലെ തന്നെ ഈ എക്സ്ചേഞ്ചുകളാകുമ്പോൾ നമുക്കും അതേപോലെ തന്നെ ആ എക്സ്ചേഞ്ച് ഓഫീസോ അല്ലെങ്കിൽ ആ എക്സ്ചേഞ്ചിനും നമ്മൾ ഈ സംഭവത്തിന് ആക്സസ് ഉണ്ട്. നമുക്കറിയാവുന്നതാണ്, പല എക്സ്ചേഞ്ചുകളും ഒരു ടൈമിലാകുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും വിഷയമായിട്ടോ ഹാക്ക് ചെയ്തിട്ടും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇത്ര ക്യാഷ് നഷ്ടപ്പെട്ടു, ഇത്ര സംഭവങ്ങളുണ്ടായി എന്നൊക്കെ റിപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഹൗബി, അതേപോലെ തന്നെ വേറെ 2-3 എക്സ്ചേഞ്ചുകൾ അങ്ങനെ ആയിട്ടുമുണ്ട്. ഹോട്ട് ബീറ്റ് എന്ന് പറഞ്ഞൊരു എക്സ്ചേഞ്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. പക്ഷേ ഈ ട്രസ്റ്റ് വാലറ്റ് ആകുമ്പോൾ ആ ഇഷ്യൂ നമുക്ക് പേടിക്കേണ്ടത് ആവശ്യമില്ല. ഇനി എങ്ങനെ നമുക്ക് ട്രസ്റ്റ് വാലറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ എങ്ങനെ നമുക്ക് ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള സംഭവമാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഈ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് നമുക്ക് മനസ്സിലാവാത്ത ഒരാളാണെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ഒന്നുമില്ല, നമുക്ക് വെറും 12 വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ ഇമെയിൽ വെച്ചിട്ടും അല്ലെങ്കിൽ പാസ്വേഡ് വെച്ചിട്ടൊന്നും അല്ല എക്സ്ചേഞ്ചിലെ പോലെ. നിങ്ങൾക്ക് എല്ലാവർക്കും, കുറച്ച് ആളുകൾക്കൊക്കെ അറിയുന്നതായിരിക്കും, നമുക്ക് ഒരു 12 വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും സെക്യൂറായ എന്ന് പറയുന്നത്. ഈ 12 വേർഡ്സ് ഓർഡറിൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ വാലറ്റ് വേറൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി, ഈ വേൾഡിൽ എത്രത്തോളം വേർഡ്സ് ഉണ്ടെന്ന്. അപ്പോൾ അതിൽ വെറും 12 വേർഡ്സ് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ.
അത് കറക്റ്റ് ഓർഡറായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഓർഡറായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങളെ വാലറ്റ് വേറൊരാൾക്ക് അവൈലബിൾ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സേഫസ്റ്റ് വേ എന്നും പറയപ്പെടുന്ന ഈ വാലറ്റുകളാണ് ഈ ലോങ് ടേം ഹോൾഡിനൊക്കെ. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അഥവാ നമ്മളെ ഇന്ത്യയിലൊക്കെ ഇനി ഫ്യൂച്ചറിൽ ബാനിങ് അതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനി ഫ്യൂച്ചറിലൊക്കെ ബാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ എക്സ്ചേഞ്ചും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ലോങ് ടേം ആയിട്ട് 10 ഇയേഴ്സിനൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് പോലത്തെ വാലറ്റുകളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ വാങ്ങിച്ചിട്ടിട്ട് നിങ്ങൾ ഈ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ എടുത്തു വെച്ചതിന് ശേഷം നിങ്ങളെ മൊബൈലിൽ പോയാലും നിങ്ങൾക്ക് വീണ്ടും ഈ വാലറ്റ് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 12 വാക്ക് വീണ്ടും അറേഞ്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് നിങ്ങളെ പുതിയ മൊബൈലിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് നിങ്ങളെ വാലറ്റിലുണ്ടായിരുന്ന എമൗണ്ട് മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ നിങ്ങളെ വാലറ്റിനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറും 12 വാക്ക് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. 60 മില്യൺ പീപ്പിൾ ട്രസ്റ്റഡ് ആണെന്നൊക്കെ അവരെ പോസ്റ്ററിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ഏകദേശം 2010 വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 13 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അതുപോലെ തന്നെ ഈ ട്രസ്റ്റ് വാലറ്റിൻ്റെ വേറെ യൂസ്ഫുൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ട്രസ്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞ കമ്പനിക്ക് നമ്മളെ വാലറ്റ് ആക്സസ് അല്ല എന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അറിയുന്ന ആളുകളാണ് ഞാൻ പറഞ്ഞത്. TRX, ബിറ്റ് കോയിൻ, എതേരിയം, അതേപോലെ തന്നെ BNB, അങ്ങനെ പല എന്താ പറയുക നമുക്ക് ഓരോത്തിനും ഓരോ ബ്ലോക്ക് ചെയിനുകളുണ്ട്. അപ്പോൾ TRC20 ആയാലും അല്ലെങ്കിൽ BNB അല്ലെങ്കിൽ BP20 ആയാലും അങ്ങനെ ERC20 ആയാലും പല ബ്ലോക്ക് ചെയിനുകളാണ്. അതൊക്കെ നമുക്ക് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൽ പല പോയിൻറ്റ്സും അവൈലബിളുമാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി എങ്ങനെ ഇതിൽ വാലറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ട്രസ്റ്റ് വാലറ്റ് നേരെ ഓപ്പൺ കൊടുക്കുമ്പോൾ നമുക്ക് ട്രസ്റ്റ് വാലറ്റിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ട് നേരെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷന് ഇങ്ങനത്തെ ഇൻ്റർഫേസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് അവരിങ്ങനെ പറയുന്നുണ്ട് ഓൾ സെറ്റ് ഇൻ വൺ പ്ലേസ്. എല്ലാ സെറ്റും ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. പ്രൈവറ്റാണ്, സെക്യൂറാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് ട്രേഡ് അസെറ്റ്സ് നമുക്ക് ട്രേഡ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു വാലറ്റ് ഉണ്ടെങ്കിൽ ഒരു 12 വാക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഓൾറെഡി ഹാവ് എ വാലറ്റ് എന്ന് പറയുന്ന സംഭവം അടിയിലുണ്ട് ഒരു വൈറ്റ് കളറിൽ. അതല്ല, അതിന് മുൻപ് ഇത് ക്ലിക്ക് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ വാലറ്റ്. നമുക്കിപ്പോൾ ഒരു പുതിയ വാലറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ വാലറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ. അപ്പോൾ ഗൈസ് ഇതുവരെയാണ് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഒരു വീഡിയോ എടുക്കുന്നത്. വേറെ മൊബൈലൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ആവശ്യം ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ വാലറ്റ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മളോട് ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി എന്ന നിലയ്ക്ക് ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ സ്ക്രീൻ പാസ്വേഡോ അല്ലെങ്കിൽ വേറെ നോർമൽ പാസ്വേഡോ കൊടുത്താൽ മതി. അത് പിന്നീട് നമ്മളോട് ഈ 12 വാക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നീട് നമ്മളോട് ചോദിക്കത്തില്ല. നമുക്ക് ഇപ്പോൾ നമ്മളെ മൊബൈലിൽ കയറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബാക്ക് അടിച്ചു രണ്ടാമത്തെ ഒരട്ടം കൂടി ട്രസ്റ്റ് വാലറ്റിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഈ ലോക്ക് സ്ക്രീനിൽ ഒരു ആപ്പിൽ പാസ്വേഡ് ഉണ്ടാവുമല്ലോ, അതേപോലെ ഒരു പാസ്വേഡാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു പാസ്വേഡ് ഞാനിവിടെ ജസ്റ്റ് ഒരു പാസ്വേഡ് കൊടുക്കുന്നത് 0 കൊടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് പാസ്വേഡ് കൊടുത്തു. അപ്പോൾ ബയോമെട്രിക് ലോഗിൻ അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ആക്സസ് ആണ് ചോദിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, വേണമെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കുക. അവിടെ വേണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനിയാണ് ഈ വാലറ്റ് ഉണ്ടാക്കേണ്ട മെയിൻ സംഭവം. അപ്പോൾ നമുക്ക് ഇവിടെ 3 സംഭവങ്ങളുണ്ട്. ഓക്കെ, നമുക്കിവിടെ 3 സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇനിയാണ് വാലറ്റ് ഉണ്ടാക്കേണ്ട മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 3 സംഭവങ്ങളുണ്ട്. ഒന്ന് ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ്, പിന്നെ ബാക്കപ്പ് മാനുവലി, പിന്നെ ബാക്കപ്പ് ലേറ്റർ. ഈ 3 സംഭവമുണ്ട്. ഈ സീക്രട്ട് ഫ്രേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 12 വാക്കാണ്. നിങ്ങൾക്ക് ഇവിടെ വായിച്ചാൽ തന്നെ കാണാം, യുവർ സീക്രട്ട് ഫ്രേസ് ഈസ് മാസ്റ്റർ കീ ഓഫ് യുവർ വാലറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ബാക്കപ്പ് ലേറ്റർ കൊടുത്താൽ പിന്നീട് നിങ്ങളത് മറക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബാക്കപ്പ് മാനുവലി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. അതായിരിക്കും ഏറ്റവും നന്നാവുക. പിന്നീട് നമുക്ക് അത് നഷ്ടപ്പെടില്ല എന്നുള്ളൊരു സ്ഥലത്ത് എഴുതി വെച്ചാൽ നന്നാവും. പിന്നെ അതേപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിലോട്ട് നമുക്കിപ്പോൾ ബാക്കപ്പ് ചെയ്യാനുള്ള പുതിയൊരു ഓപ്ഷനാണ്. അതിപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം വന്നതാണ്. നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ബാക്കപ്പ് ലേറ്റർ കൊടുത്താൽ നമുക്ക് നേരെ വാലറ്റിലോട്ട് പോകാൻ പറ്റും. പക്ഷേ നമുക്കത് ബാക്കപ്പ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ഞാനിവിടെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ബാക്കപ്പ് മാനുവലിയാണ്. മാനുവലി കൊടുത്തു കഴിഞ്ഞാൽ അവർ 3 കണ്ടീഷൻസ് പറയും.
എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് 12 വാക്ക് തരും. അതാണ് നിങ്ങളെ കീ എന്നാണ് ഒന്നാമത് പറയുന്നത്. പിന്നെ ഫസ്റ്റ് പറയണത് നിങ്ങൾ സീക്രട്ട് ഫ്രേസ് ലോസ് ചെയ്താൽ പിന്നെ നിങ്ങളെ വാലറ്റ് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് പിന്നീട് കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 12 വാക്ക് നിങ്ങളിന്ന് പോയാൽ പിന്നീട് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ 12 വാക്ക് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. പിന്നെ പറയണേ എന്താ പറയുക, അത് ആർക്കും കൊടുക്കരുത്. അത് കൊടുത്താൽ പിന്നെ വേറെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഈ വാലറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ പിന്നെ ട്രസ്റ്റ് വാലറ്റ് നിങ്ങളെ ഒരിക്കലും കോൺടാക്ട് ചെയ്യത്തില്ല. നിങ്ങളെ വാലറ്റിൻ്റെ അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ആരും നിങ്ങളെ കോൺടാക്ട് ചെയ്യത്തില്ല. അപ്പോൾ അതിന് മൂന്നിനും നിങ്ങൾ ടിക്കറ്റ് കൊടുക്കുക. ജസ്റ്റ് അതിന് മൂന്നിനും പ്രസ് ചെയ്തിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് നിങ്ങൾ കണ്ടോളൂ. ഓക്കെ, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. നമുക്ക് ഒരു 12 വാക്ക് വന്നിട്ടുണ്ട്. അതിൽ ഡു നോട്ട് ഷെയർ യുവർ ഫ്രേസ് എനിവൺ ടു ഗീവ്സ് ആക്സസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി ഒരു വാലറ്റ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വാലറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ വാലറ്റാണ്. നിങ്ങൾക്ക് കാണാം അവിടെ ഒരു 12 വാക്കുകൾ വന്നിട്ടുണ്ട്. അതിന് അടിയിലൊരു കോപ്പി ബട്ടൺ ഉണ്ട്, ഒരു കണ്ടിന്യൂ ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് പോകത്തില്ല എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എഴുതി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് നമ്മൾ റിട്ടേൺ സ്ക്രിപ്റ്റും മാനുവലി നമ്മളെ കയ്യിട്ട് എഴുതി വെക്കുന്നതാണ് എവിടെയെങ്കിലും. പിന്നെ മൊബൈലിൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്രയാണെങ്കിലും, അല്ലെങ്കിൽ പിന്നെ ഡ്രൈവിലൊക്കെ നിങ്ങൾക്ക് കയറ്റിയിടണം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. അല്ലെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് കൈയായിട്ട് മാനുസ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുക, അതായിരിക്കും ഏറ്റവും നന്നാവുക. അപ്പോൾ ഈ 12 വേർഡ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വെരിഫൈ സീക്രട്ട് ഫ്രേസ്. അപ്പോൾ ഇനിയാണ് ഇതിൽ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഈ 12 വാക്ക് നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടല്ലോ, ആ 12 വാക്കും കറക്റ്റായിട്ട് ഇവിടെ ഓരോന്ന് നമ്പർ അവിടെ ഫസ്റ്റ് വന്ന വാക്ക് ഏതാ അതന്നെ ഇവിടെയും ഫസ്റ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുക. ഞാൻ ജസ്റ്റ് കൊടുത്തതിന് ശേഷം ഇനി കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വെൽഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ കറക്റ്റായിട്ട് ഓരോന്ന് പ്രസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വരുത്തിയുണ്ട്. അപ്പോൾ എൻ്റെ കറക്റ്റാണ് എന്നാണ് അവർ പറയുന്നത്. വെൽഡൺ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഡണ്ണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡണ്ണ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നുണ്ട് ക്രിയേറ്റിംഗ് വാലറ്റ്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മളെ വാലറ്റ് ഇപ്പോൾ ഇവിടെ ഫുള്ളി ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവരെ സംഭവമാണ് എങ്ങനെ നമുക്ക് ക്രിപ്റ്റോ ബൈ ചെയ്യുക, അതേപോലെ തന്നെ NFT ഡെപ്പോസിറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ഓണാക്കി, ഈ നോട്ടിഫിക്കേഷൻ ഓണാക്കിയിട്ടാൽ നമുക്ക് പുതിയതായിട്ട് വരുന്ന എന്താ പറയുക അസെറ്റ് ഏതെങ്കിലും വന്നാലൊക്കെ നിങ്ങൾക്ക് എപ്പോഴും അത് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് എനേബിൾ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് ട്രസ്റ്റ് വാലറ്റിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യണം, ഒന്നുകൂടി സേഫ് ആകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ഈ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഈ വാലറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് വാലറ്റിൻ്റെ അവിടെ ഒരു 3 ഡോട്ട്സ് ഉണ്ട്, അതിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണുന്നത് കണ്ടോ, മാനുവലി നമ്മളിവിടെ ബാക്കപ്പ് ചെയ്തു, അത് ആക്റ്റീവാണ് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പ്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ നമ്മളോട് എന്താ പറയുക നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഏതാണോ സെലക്ട് ചെയ്യാൻ വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ മെയിൻ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കൊടുത്തു. അപ്പോൾ ഓക്കെ, അവർ ചോദിക്കുന്നുണ്ട് ഒരു പാസ്വേഡ്. ഈ പാസ്വേഡ് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമുക്ക് ചില PDF ഒക്കെ തുറക്കുമ്പോൾ നമുക്കറിയാലോ, ചില PDF ഒക്കെ തുറക്കുമ്പോൾ അത് എന്തുണ്ട്, അതിന് പാസ്വേഡ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഡ്രൈവിന് പാസ്വേഡ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. അതിന് നിങ്ങൾ മിനിമം ഒരു 8 എന്താ പറയുക ക്യാരക്ടർ ഉള്ള ഒരു ലോവർ കാസ്റ്റും ഒരു അപ്പർ കാസ്റ്റും അതേപോലെ തന്നെ ഒരു നമ്പർ ഒരു സിമ്പലും ഉള്ള ഒരു പാസ്വേഡ് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇപ്പോൾ ക്രിപ്റ്റോ ഞാൻ കൊടുത്തു. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനത്തെ പാസ്വേഡാണ് കൊടുക്കുക. ഇവിടെ ഫുൾ ഗ്രീൻ ആയത്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇത് കണ്ടിന്യൂ കൊടുക്കുക. അതേപോലെ തന്നെ വീണ്ടും ഒരു വട്ടം കൂടി നമുക്ക് അത് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടോ ഇവിടെ നമുക്കിപ്പോൾ ഈ ഗൂഗിൾ ഡ്രൈവിലോട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതാണ് മെയിൻ കാര്യങ്ങൾ, ഈ ട്രസ്റ്റ് വാലറ്റ് ആദ്യം ചെയ്യേണ്ട മെയിൻ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ 2 സംഭവങ്ങൾ ചെയ്തു, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. നമ്മൾ ബാക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി എന്താണ് ഈ ട്രസ്റ്റ് വാലറ്റിലുള്ളത്, ഇതിൽ എങ്ങനത്തെ കാര്യങ്ങളാണ്, ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത്, അതേപോലെ തന്നെ ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തായാലും ഈ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട്, ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ചെറിയ 2-3 കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ട്രസ്റ്റ് വാലറ്റിൽ ഇതാണ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോയിൻസ്. അതിനുശേഷം ആഡ് ടോക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇഷ്ടംപോലെ ടോക്കൺസ് കാണാം. അതൊക്കെ നമുക്ക് ഓണാക്കി കൊടുക്കാം. ഡോഗി ആയാലും അല്ലെങ്കിൽ TRX, അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന കോയിൻസും അറിയാത്ത കോയിൻസും ഇഷ്ടം പോലെ കോയിൻസ് ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. ഇതൊക്കെ ഓണാക്കി കൊടുത്താൽ നമ്മളെ വാലറ്റിൽ ജസ്റ്റ് നമ്മൾ പോയി നോക്കിയാൽ എന്ത് ചെയ്യും, ഈ കോയിൻസൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് വരും.
കണ്ടോ, ഇപ്പോൾ ഈ കോയിൻസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്, എല്ലാ കോയിൻസും അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസൊക്കെ കാണാം. ഇപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ നമുക്ക് ഇവിടെ ഡോളറിലാണ് കാണുന്നത്. ഇനി നമുക്ക് INR കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പോയതിനു ശേഷം സെറ്റിങ്സിൽ പ്രിഫറൻസിൽ കറൻസി USD എന്നുള്ളടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, INR ആക്കി കൊടുക്കാം. ജസ്റ്റ് INR ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ യൂറോയോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സൗദി നിൽക്കുന്ന ആളാണെങ്കിൽ സൗദിയിലെ കറൻസി, അല്ലെങ്കിൽ ഇറാഖിലാണെങ്കിൽ ഇറാഖിലെ കറൻസി, അങ്ങനെയൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രൈസ് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഇതിലോട്ട് വരും. കണ്ടോ, പാവെക്സിനാണെങ്കിൽ ഇത്ര 1088 രൂപ, BNB ആണെങ്കിൽ 19,000 രൂപ, BTC ആണെങ്കിൽ നമുക്കാണ് 24,92,287 രൂപ. ഓക്കെ, അങ്ങനെ പല സംഭവങ്ങളും നമുക്കിവിടെ കാണാം. കണ്ടോ, എല്ലിൻ്റെയും പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് നമുക്ക് നോക്കിയാൽ തന്നെ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം എന്ന് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് NFT ഇത് റിസീവ് ചെയ്യാം. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നീടൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനി ഞാൻ പറയാൻ പോകുന്ന സംഭവം, നിങ്ങളിപ്പോൾ ഒരാൾക്ക് ഒരു സാധനം സെൻഡ് ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ ഞാനിപ്പോൾ BTC എടുത്താൽ നിങ്ങൾക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5 BTC ഉണ്ടെന്ന് നിങ്ങൾ ഊഹിക്കുക. അവിടെ ഒന്നുമില്ല, അല്ലെങ്കിൽ വേണ്ട, നിൻ്റെ കയ്യിൽ ഒരു BTC ഉണ്ടെന്ന് ഊഹിക്കുക. ഞാനിപ്പോൾ ആ BTC വേറൊരാൾക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ സെൻഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് സെൻഡ് ക്ലിക്ക് ചെയ്തിട്ട് അയാൾ നമുക്കൊരു അഡ്രസ്സ് തരുമല്ലോ, ആ അഡ്രസ്സ് നമ്മൾ ജസ്റ്റ് ഇവിടെ കൊടുക്കുക. അതിന് ശേഷം ഇവിടെ എത്രയാണ് കൊടുക്കേണ്ടത്, ഞാനിപ്പോൾ 1 കൊടുക്കുന്നത്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്താൽ നമുക്ക് ഇത് അഡ്രസ്സ് റെഡി അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് വിഷയമല്ല. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പേജ് വരും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ. ജസ്റ്റ് നമുക്കൊരു പേജ് വരും. ആ പേജിൽ നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്നോട്ട് പോകുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു കോയിന് വേണം, എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ BTC നമുക്ക് ഇങ്ങോട്ട് വാങ്ങിക്കണം. അപ്പോൾ അയാൾ ചോദിച്ചു, നമ്മൾ അഡ്രസ്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് റിസീവ് കൊടുത്തതിന് ശേഷം ഇവിടെ കാണുന്നുണ്ട് നമ്മളെ BTC അഡ്രസ്സ്. അത് ഇവിടെ കോപ്പി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൽ കോപ്പിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷെയർ കൊടുക്കുക. അല്ലെങ്കിൽ ഷെയർ കൊടുത്തിട്ട് നേരെ അവരെ വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ കോപ്പി കൊടുത്തിട്ട് അയാൾക്ക് നേരെ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൽ റിസീവ് ചെയ്യലും അതേപോലെ തന്നെ സെൻഡ് ചെയ്യലൊക്കെ. പിന്നെ ഇനിയും ഇതിൽ തോന്നെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കവറിലും അതേപോലെ തന്നെ ബ്രൗസിങ്ങിലൊക്കെ കണ്ടമാനം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറൊരു വീഡിയോ ഒന്നുകൂടെ എങ്ങനെ ഇതിൽ കറൻസി വാങ്ങിക്കുക, അതേപോലെ തന്നെ എങ്ങനെ ഇതിൽ നമുക്ക് സെല് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ അതിന് ഞാൻ എന്തായാലും വേറൊരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നോട്ടിഫിക്കേഷൻ ബാറുണ്ട്, അതിൽ നമുക്ക് റിസീവ് ആവുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അവരുടെ സപ്പോർട്ട്, അതേപോലെ തന്നെ ടെലിഗ്രാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഹെൽപ്പ് സെൻ്ററൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അയാളെ അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ കോൺടാക്ട്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ആളുകളെ, ഇപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംഭവം നിങ്ങൾക്ക് അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്ന ടൈമിൽ സിമ്പിളായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ഉറപ്പായിട്ടും ഇതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ജസ്റ്റ് നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.